ഡോക്ടർ, അപ്പോൾ ഈ വന്ധ്യത വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? അതായത് എങ്ങനെ തടയാം നമുക്കിതിനെ? വന്ധ്യത സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പ്രധാനമായിട്ടും പ്രായമാണ് ഏറ്റവും പ്രധാന ഘടകമെന്ന് പറയുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ 35 വയസ്സിന് മുൻപ് തന്നെ അവർ പ്രഗ്നൻസി ആകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളും PCOD പോലെയുള്ള പ്രശ്നങ്ങളും ഇപ്പോൾ സ്ത്രീകളിൽ വളരെ കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസം വരുത്തുക, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. PCOD പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഡോക്ടേഴ്സിനെ കാണുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സ്ത്രീകൾ ചെയ്യേണ്ട കാര്യങ്ങൾ. പുരുഷന്മാരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിലും പ്രായം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 35 എന്നുള്ളത് പുരുഷന്മാരിൽ 40 വയസ്സാണ് പറയുന്നത്. 40 വയസ്സിന് മുകളിലോട്ട് വരുമ്പോഴേക്കും പുരുഷന്മാരിലുള്ള ബീജത്തിൻ്റെ നല്ല ബീജങ്ങളുടെ അളവ് കുറയാനും ബീജസംഖ്യ കുറയുന്നതൊക്കെ ആയിട്ട് കാണപ്പെടാറുണ്ട്. അതുപോലെ തന്നെ അമിതവണ്ണമുള്ള പുരുഷന്മാർ, പുകവലി, മദ്യപാനം എന്നിങ്ങനെയുള്ള ദുശീലങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിലും അതെല്ലാം ഒഴിവാക്കുന്നത് വന്ധ്യത ഒഴിവാക്കാനുള്ള ഒരു നല്ല കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് നമ്മൾ ഒരു ഡോക്ടറുടെ അടുത്ത് നിന്ന് പ്രഗ്നൻസി ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കറക്റ്റ് സമയത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ചെറിയ ട്രീറ്റ്മെൻറ്റുകളിലൂടെ തന്നെ നമുക്ക് കുട്ടികളാകാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ദൈർഘ്യം കൂടി പോവുകയാണ്, അല്ലെങ്കിൽ ഡ്യൂറേഷൻ ഓഫ് ഇൻഫെർട്ടിലിറ്റി കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ആയിട്ടുള്ള IVF പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകളിലേക്ക് ചിലപ്പോൾ നമുക്ക് പോകേണ്ടതായിട്ട് വരാം. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, ഈ വന്ധ്യതയുണ്ടോ എന്ന് അറിയുന്നതിന് ദമ്പതികൾ എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്? എവിടെയാണ് ഇതിനൊക്കെ ചികിത്സ തേടേണ്ടത്? അതുപോലെ എന്തെല്ലാം ടെസ്റ്റുകളാണ് നിർബന്ധമായിട്ടും ദമ്പതികൾ നടത്തേണ്ടത്? അതായത് കല്യാണത്തിന് ശേഷം ഒരു വർഷം അവർ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് നോർമലായിട്ട് ട്രൈ ചെയ്തു. അതായത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് താമസിച്ച് അവർ പ്രഗ്നൻസിക്കായിട്ട് ട്രൈ ചെയ്തിട്ടും കുഞ്ഞുങ്ങളാകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിർബന്ധമായിട്ട് നമ്മൾ ഇതിനെന്തെങ്കിലും കുട്ടികളാകാത്തതിൻ്റെ കാരണം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിച്ചിരിക്കേണ്ടതാണ്. പിന്നെ ചില സ്ത്രീകളിൽ നമുക്ക് നേരത്തെ തന്നെ അവർക്കറിയാം, ചിലരുടെ പീരിയഡ്സ് ഇറഗുലർ ആയിരിക്കാം, PCOD കാണും, ചിലർക്ക് എൻഡോമെട്രിയോസിസ് കാണും, ചിലർക്ക് ഫൈബ്രോയിഡ് കാണും. അത്തരത്തിലുള്ള സ്ത്രീകൾ എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവാനുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. സ്ത്രീകളിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആദ്യമായി തന്നെ നോർമലായിട്ടുള്ള ഓവുലേഷൻ, അണ്ടോൽപാദനം എല്ലാ മാസവും നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. അത് നോർമലായിട്ടുള്ള പീരീഡ്സിൻ്റെ ദൈർഘ്യം എത്രയാണ്, അതിൻ്റെ എത്രാമത്തെ ദിവസമാണ് ഓവുലേഷൻ നടക്കുന്നത്, ഏത് സമയത്ത് കോൺടാക്റ്റ് ചെയ്താലാണ് അവർക്ക് കുട്ടികളാകാൻ സാധ്യതയുള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അങ്ങനെ ഓവുലേഷൻ അറിയാൻ വേണ്ടിയിട്ടുള്ള കിറ്റുകളൊക്കെ അവൈലബിൾ ആണ്, നമ്മുടെ ഫാർമസികളിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ നമുക്ക് 100% ഓവുലേഷൻ നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ചെയ്തിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ചില ഹോർമോൺ ടെസ്റ്റുകളുണ്ട്. തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ടോ, മറ്റ് നമ്മുടെ അണ്ടത്തിൻ്റെ അളവൊക്കെ നോർമലാണോ എന്നറിയാനുള്ള ഹോർമോൺ ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടോ, ഇതൊക്കെയാണ് നിർബന്ധമായിട്ടും സ്ത്രീകൾ ചെയ്തിരിക്കേണ്ട ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് എന്ന് പറയുന്നത് സെമൻ അനാലിസിസ് അഥവാ ബീജപരിശോധനയാണ്. ബീജപരിശോധന ചെയ്യുന്ന ചില നിബന്ധനകളുണ്ട്. അത് നമ്മുടെ ഡോക്ടർ നിർദ്ദേശിക്കുന്നതനുസരിച്ചുള്ള നിബന്ധനകളെല്ലാം നമ്മൾ പാലിച്ച് ബീജപരിശോധന ചെയ്തതിന് ശേഷം അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സും അവൈലബിൾ ആണ്.